ദൈവതിരുനാമത്തിന് മഹത്വം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തില് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 15-ാം തിരുവചനം, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പല പ്രാവശ്യം തിരുവചനത്തിലെ യേശു ഇപ്രകാരം പറയുന്നുണ്ട്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയില്ലാത്തവൻ എന്തായാലും കേൾക്കത്തില്ല. പിന്നെ എന്താണ് യേശു അർത്ഥമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുവാനുള്ള സന്നദ്ധത ഇന്ന് പലർക്കും ഇല്ല. കുടുംബ കലഹങ്ങളിൽ പലപ്പോഴും കേൾക്കാറുള്ള പരിഭവമാണ്, ഞാൻ പറയുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ ആരും ഇല്ല. പ്രായാധിക്യത്തില് ഭവനങ്ങളിൽ കഴിയുന്ന പലർക്കും പറയാനുള്ള പരാതി, അവരെ കേൾക്കുവാൻ ആരുമില്ല. ഒരു പുരോഹിതനോ, ഒരു ആത്മീയ പ്രവർത്തകനോ, ഒരു സാമൂഹിക പ്രവർത്തകനോ ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം പറയുവാനുള്ളത് ഈ പരാതിയായിരിക്കാം. അവരോടായിരിക്കും അവരുടെ ഹൃദയം തുറക്കൽ മുഴുവനും. അവശതകളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവർ മറ്റുള്ളവരോട് അവ പറഞ്ഞ് ആശ്വാസം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് തിരിച്ചു പറയുവാനുള്ള തിടുക്കത്തിൽ മറ്റുള്ളവരെ കേൾക്കുവാനായിട്ട് ശ്രദ്ധിക്കാറില്ല. നമുക്ക് സമയവും ഇല്ല. പ്രിയപ്പെട്ടവരെ, 3 വിധത്തിൽ കേൾക്കുന്നവരുണ്ട്. ഒന്ന്, മറ്റുള്ളവര് പറയുന്നത് ശ്രദ്ധിക്കുന്നു എന്ന നാട്യത്തിലിരിക്കുന്നവർ. എന്നാൽ അവരുടെ മനസ്സ് മറ്റെവിടെയോ ആയിരിക്കും. 2, മറ്റുള്ളവർ കേൾക്കുമ്പോൾ തന്നെ എഴുതുകയോ വായിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തികളിൽ ആയിരിക്കുന്നവർ. 3, മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കുന്നവർ. അതിനോട് മറ്റുള്ളവരോട് സ്നേഹവും ആദരവും ബഹുമാനവും ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മൾ അതിന് ശ്രമിക്കാറുള്ളൂ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 19-ാം തിരുവചനം പ്രകാരം പറയുന്നു, എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ. ഇന്ന് പലരുടെയും പരാജയത്തിന് കാരണം മറ്റുള്ളവരെ കേൾക്കുവാൻ ഇഷ്ടമല്ലാത്തതുപോലെ നാം ദൈവത്തെയും കേൾക്കുവാനായിട്ട് ശ്രമിക്കാറില്ല. അതിന് ശ്രദ്ധ കൊടുക്കാറുമില്ല. നമുക്ക് പറയുവാനുള്ളത് മുഴുവനും ദൈവസന്നിധിയിൽ നമ്മൾ പറയുവാറുണ്ട്, നമ്മൾ അറിയിക്കുവാറുണ്ട്. എന്നാൽ ദൈവത്തിന് തിരികെ എന്നോട് എന്താണ് പറയുവാനുള്ളത് എന്ന് നാം ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. അതിനായി സമയം കണ്ടെത്താറുമില്ല. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനം പഠിക്കുമ്പോൾ ശമൂവേലിനെ ദൈവം ഉറക്കത്തിൽ ശമൂവേലിനെ വിളിച്ചപ്പോൾ ശമൂവേല് പറഞ്ഞു, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും മറ്റുള്ളവരെ കേൾക്കുവാനായിട്ട് ശ്രദ്ധയോടെ ഇരിക്കുന്നതോടൊപ്പം തന്നെ യഹോവയുടെ സന്നിധിയിലിരുന്ന് ദൈവത്തോട് നമുക്ക് പറയാം, യഹോവേ എന്നോട് സംസാരിക്കണമേ, അടിയനിതാ കേൾക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് തന്റെ അദൃശ്യമായ കരം ഉയർത്തി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.